ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിദേശ വിദ്യാഭ്യാസം എന്നത് പുതിയൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ പഠിക്കേണ്ടതുണ്ടോ? അതിന് സ്കോളർഷിപ്പുകൾ ലഭ്യമാണോ? ഇന്ന് നമുക്ക് കാണുന്ന പരസ്യങ്ങളെല്ലാം യാഥാർത്ഥ്യം തന്നെയാണോ? എന്നൊക്കെയുള്ള പലതരം സംശയങ്ങൾ സ്വാഭാവികമായും വിദ്യാർത്ഥികൾക്കുണ്ടാകും. ഈ വിഷയങ്ങളെല്ലാം നമുക്ക് ആധികാരികമായി സംസാരിക്കാൻ നമ്മുടെ കൂടെ ഇന്നുള്ളത് ഡോക്ടർ നെയ്മ് മുളുങ്ങലാണ്. അദ്ദേഹം ഖത്തർ സർവകലാശാലയിലെ അധ്യാപകനാണ്. അതോടൊപ്പം കേരളത്തിലും വിദേശ രാജ്യങ്ങളുമെല്ലാം പഠനം നടത്തുകയും വിവിധ UN ഏജൻസികളിലുൾപ്പെടെ തൻ്റെ സേവനം നിർവഹിക്കുകയൊക്കെ ചെയ്യുന്ന പ്രഗത്ഭ വ്യക്തിത്വമാണ്. നമുക്ക് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ പഠന അനുഭവങ്ങളിൽ നിന്നും സംസാരിച്ചു തുടങ്ങാം. സാറുടെ പഠനം റിസർച്ച് ചെയ്യുന്നത് ന്യൂസിലാൻഡിലെ ഒട്ടാഗോ സർവകലാശാലയിലാണ്. എങ്ങനെയാണ് അവിടേക്ക് എത്തിപ്പെടാനുണ്ടായ ഒരു സാഹചര്യം? അതിൻ്റെ ഒരു വഴികൾ പറഞ്ഞു തുടങ്ങാം. ഞാൻ എൻ്റെ ബിരുദ പഠനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തുടങ്ങി ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് കുസാറ്റിൽ കൊച്ചി സർവകലാശാലയിലാണ് എത്തിപ്പെടുന്നത്. അവിടുത്തെ സ്കൂൾ ഓഫ് മറൈൻ സയൻസിൽ കെമിക്കൽ ഓഷ്യനോഗ്രഫിയിലാണ് ഞാൻ എൻ്റെ മാസ്റ്റേഴ്സും പിന്നീട് MPhilഉം എല്ലാം പൂർത്തിയാക്കുന്നത്. ആയിരിക്കുന്ന കാലയളവിലാണ് ഇനി അങ്ങോട്ടുള്ള പഠനം പുറത്തേക്ക് പോകുന്നതിനെക്കുറിച്ചും ഗവേഷണം പുറത്ത് പൂർത്തിയാക്കുന്നതിനെക്കുറിച്ചുമെല്ലാം ആലോചിച്ചു തുടങ്ങുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ പാകപ്പെടുത്തുന്ന എല്ലാവിധ സാഹചര്യങ്ങളുമുള്ള ഒരു സ്ഥലമായിരുന്നു കൊച്ചി സർവകലാശാല. ഒരു വിദേശ സർവകലാശാലയിലേക്ക് പോകാൻ എനിക്ക് വേറെ ആരുടെയും സഹായം ആവശ്യമായി വന്നിട്ടില്ലായിരുന്നു. എൻ്റെ അധ്യാപകർ കൃത്യമായിട്ട് നമുക്കെല്ലാ രീതിയിലുമുള്ള മാർഗനിർദ്ദേശങ്ങൾ തന്നുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ യൂണിവേഴ്സിറ്റികളെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അതുപോലെ തന്നെ അതിലേക്ക് വേണ്ട ഓരോ കമ്മ്യൂണിക്കേഷൻസും എങ്ങനെ നടത്തണമെന്നുമെല്ലാം അവിടെ നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരാൻ പറ്റുന്ന നല്ല മികച്ച, വിദേശത്തെല്ലാം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി തന്നെയായിരുന്നു നമുക്കവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു വർഷമെടുത്ത് എൻ്റെ MPhil പൂർത്തീകരിക്കുന്ന വേളയിലാണ് ഞാൻ PhD ആപ്ലിക്കേഷനുമായിട്ട് മുന്നോട്ട് പോകുന്നത്. MPhil ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് PhD ആപ്ലിക്കേഷൻ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റി. ഞാൻ ഒട്ടനവധി സർവകലാശാലകളിൽ അപ്ലൈ ചെയ്തിരുന്നു. ഒരു ദിവസം തന്നെ പലപ്പോഴും 10-15 യൂണിവേഴ്സിറ്റികളിലേക്ക് മണിക്കൂറുകളോളം ഇരുന്ന് അപ്ലിക്കേഷൻ അയക്കുകയും അതിൻ്റെ പല സ്ഥലത്തു നിന്നുമുള്ള റിസൾട്ടുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലയളവായിരുന്നു അത്. അപ്പോൾ അതൊരു ഈസി പ്രോസസ്സല്ല. നമ്മളതിന് പിറകിൽ തന്നെ ഒരു വലിയ സമയം ചെലവഴിച്ചുകൊണ്ട് പോവേണ്ട ഒരു കാര്യമാണ്. ഞാനിപ്പോഴും പല സ്ഥലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ കുട്ടികളോടും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് വിദേശത്ത് പോകണോ, അതിന് നിങ്ങൾ സമ്പന്നരാണോ എന്നതല്ല അതിൻ്റെ ഒരു മാനദണ്ഡം. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു വലിയ നമ്പർ 1 ഗ്രേഡ് അല്ലെങ്കിൽ GPA അതുമല്ല അതിൻ്റെ മാനദണ്ഡം. അതുപോലെ തന്നെ നിങ്ങളൊരു ലോകോത്തര നിലവാരമുള്ള ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ പഠിച്ചാൽ മാത്രമാണോ നിങ്ങൾക്ക് അതും ആവശ്യമില്ല. ആദ്യം വേണ്ടത് ഇതിനെല്ലാം വേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടാക്കി അത് മുഴുവൻ കരസ്ഥമാക്കി ഇതിന് പിറകിൽ പോകുവാനുള്ളൊരു മനസ്സാന്നിധ്യം. നമ്മൾ സ്വാഭാവികമായിട്ടും യൂണിവേഴ്സിറ്റികൾക്ക് അപേക്ഷകൾ നൽകുമ്പോൾ 100 സ്ഥലത്ത് അപ്ലൈ ചെയ്യുമ്പോൾ 85 സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന മറുപടി ചിലപ്പോൾ മറുപടി ഉണ്ടാവില്ല, അല്ലെങ്കിൽ കിട്ടുന്ന മറുപടി വി ഹാവ് നോ ഫണ്ടിങ് എന്നുള്ളൊരു റിപ്ലൈ ആയിരിക്കും. സ്വാഭാവികമായിട്ടും ആ ഒരു സമയത്ത് നമ്മളെ വല്ലാതെ തളർത്തുന്നൊരു മറുപടി ആയിരിക്കും അത്. പക്ഷെ നമ്മൾ വീണ്ടും തളരാതെ ഇതിൻ്റെ പിറകിൽ കൂടുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ അന്ന് ഇപ്പോഴും ഇടയ്ക്ക് ഞാൻ എൻ്റെ ഈ മെയിൽ കമ്മ്യൂണിക്കേഷൻസ് എടുത്ത് നോക്കും. ഏകദേശം 250 സർവകലാശാലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു 10-60 രാജ്യങ്ങളിലായിട്ട് 250ഓളം സർവകലാശാലയിൽ വിവിധ, ഞാൻ ഇന്ന് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഉൾപ്പെടെ ഞാൻ അന്ന് PhDക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് ഇപ്പോഴും നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ നിന്നൊരു 8-10 സ്ഥലങ്ങളിൽ നിന്ന് മാത്രമാണ് എനിക്കൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ലഭിച്ചത്. 10%-ലും 10%-മല്ല, 5%-ത്തിലും താഴെ. അതിൽ നിന്ന് അവസാനം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയത് 3-4 സർവകലാശാലകളായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് പോകുന്ന പ്രൊസീജിയറിനിടയിൽ ആദ്യം അത് മുഴുവൻ പൂർത്തിയായി എനിക്കൊരു ഫുൾ പോസിറ്റീവ് സ്കോളർഷിപ്പ് വന്നത്, ഫുൾ സ്കോളർഷിപ്പ് അക്സെപ്റ്റൻസ് വന്നത്
ന്യൂസിലാൻഡിൽ നിന്നായിരുന്നു. അതുകൊണ്ട് അത് ലോകത്തിലെ അന്ന് ഇന്നും ഞാൻ അന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് അവരുടെ വേൾഡ് റാങ്കിങ് ഒരു 120-അടുത്തായിരുന്നു, യൂണിവേഴ്സിറ്റി ഓഫ് ഒട്ടാഗോ. അത് ന്യൂസിലാൻഡിലെ രണ്ടാമത്തെ റിസർച്ചിൽ രണ്ടാമതുള്ള യൂണിവേഴ്സിറ്റി. അന്ന് പ്രത്യേകിച്ചും ആ കാലം 2010 200-ൽ IIT-കൾ ഉണ്ടായിരുന്നു, IISc ഉണ്ടായിരുന്നു, അതിനപ്പുറത്ത് വേറെ ആരുമില്ലായിരുന്നു. നമ്മൾ നിങ്ങളുടെ ഈ ഒരു എഫേർട്ട് പറയുമ്പോൾ നമുക്ക് ന്യൂസിലാൻഡിലെ എക്സ്പീരിയൻസിലേക്ക് പോകാം. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ പറഞ്ഞൊരു കാര്യം, ഇന്ന് കുട്ടികളുടെ ഒരു ഷോർട്ട് കട്ട് കാണുന്നുണ്ട്. ധാരാളം ഏജൻസികൾ വിദേശ പഠനത്തിന് സഹായിക്കാൻ വേണ്ടി കേരളത്തിലുണ്ട്. കുട്ടികളിപ്പോൾ താല്പര്യപ്പെടുന്നത് സാധാരണഗതിയിൽ ഇപ്പോൾ അവരെ ഡിഗ്രി കഴിഞ്ഞാൽ ഞാൻ ഇന്ന വിഷയത്തിൽ ഡിഗ്രി കഴിഞ്ഞു, ഇനി എനിക്ക് തുടർ പഠനത്തിന് എന്താണ് വേണ്ടത് എന്ന് അന്വേഷിച്ചുകൊണ്ട് ഈ ഏജൻസികളെ സമീപിക്കുന്നു. അവർ ധാരാളം ലിസ്റ്റുകൾ നൽകുന്നു, ധാരാളം സ്കോളർഷിപ്പോടെയും അല്ലാതെയൊക്കെ പഠിക്കാനുള്ള അവസരങ്ങളെക്കുറിച്ച് പറയും. എങ്ങനെയാണ് നിങ്ങളതൊന്നും ഇല്ലാതെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ ഈ ഏജൻസികളുടെ സഹായം കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ ഒരു സൗകര്യം നൽകുകയല്ലേ ചെയ്യുന്നത്, അവരതിനുള്ള ഫീസ് ഈടാക്കുന്നുണ്ടെങ്കിൽ പോലും? ആ ഒരു വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരു പക്ഷേ ഇതിൽ നമ്മൾ നിർബന്ധമായും സംസാരിക്കേണ്ട ഒരു പ്രധാന വിഷയമാണ് ഏജൻസികളുടെ അതിപ്രസരവും അതിൻ്റെ സാധ്യതകളും എല്ലാം. തീർച്ചയായിട്ടും ഞാനും ഏജൻസികളുമായി ബന്ധപ്പെട്ടിരുന്നു. കാര്യം ആ സമയത്ത് നമുക്ക് അപ്ലിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പല യൂണിവേഴ്സിറ്റികൾക്കും അവരുടെ ഒഫീഷ്യൽ ഏജൻസ് ഉണ്ടായിരിക്കും. അത് അവരുടെ വെബ്സൈറ്റിൽ കൃത്യമായി ലിസ്റ്റ് ചെയ്ത ഒഫീഷ്യൽ ഏജൻസ് ആയിരിക്കും. അവരുമായി നാം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം അവർക്ക് ഓതറൈസ് ചെയ്യുവാനുള്ള അധികാരമുണ്ട്. അല്ലാത്ത പക്ഷം നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ എക്സ്റ്റേണൽ ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ ഏജൻസികളുമായി ബന്ധപ്പെട്ടിട്ട് ഇവാലുവേറ്റ് ചെയ്തു വേണം യൂണിവേഴ്സിറ്റികൾക്ക് അയച്ചു കൊടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും ഇത് ബാധകമല്ല. ഇപ്പോൾ യൂറോപ്പിലെ പല യൂണിവേഴ്സിറ്റികൾക്കും ഒഫീഷ്യൽ ഏജൻസി ഇല്ലാത്ത സാഹചര്യമുണ്ട്. അതേസമയം മലേഷ്യയിലും സിംഗപ്പൂരിലുമെല്ലാം ഒഫീഷ്യൽ ഏജൻസ് ഉണ്ട്, ന്യൂസിലാൻഡിലുണ്ട്, ഓസ്ട്രേലിയയിലെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഏജൻസ് പോലും ഞാൻ പോലും ഒരു വേള പറ്റിക്കപ്പെടുന്ന ഒരു സാധ്യത ഉണ്ടായിരുന്നു. കൊച്ചിയിലുള്ള ഒരു ഏജൻറ്റ് എന്നോട് ഇതെല്ലാം ചെയ്യാൻ 3 ലക്ഷം രൂപയാണ് 2010 ആവശ്യപ്പെട്ടത്. MG റോഡിലൂടെ നടന്നു പോകുന്ന ഞാൻ മറ്റൊരു ഏജൻസിയെ കാണുമ്പോൾ അവരെന്നോട് കാശൊന്നും ആവശ്യപ്പെട്ടില്ല, ചെറിയ എന്തോ ഒരു തുക മാത്രം അവരുടെ ഒരു സർവീസ് ഫീസായി ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. എൻ്റെ എല്ലാ കാര്യങ്ങളും അവരാണ് ചെയ്തത്. ഈ ഏജൻസിന് ഒഫീഷ്യൽ ഏജൻസ് ആവുന്നതോടുകൂടി ഈ ഏജൻസിന് നമ്മൾ ഓരോ കുട്ടിയുടെ അഡ്മിഷനും യൂണിവേഴ്സിറ്റി ഒരു മിനിമം തുക ചില കേസിൽ ആദ്യത്തെ ഏജൻസിക്ക് പേ ചെയ്യുന്നുണ്ട്. അത് വിത്ത് സ്കോളർഷിപ്പ് ആയിട്ടാണെങ്കിലും വിത്തൗട്ട് സ്കോളർഷിപ്പ് കുട്ടികൾ സ്വന്തം നിലയ്ക്ക് ഫീസ് കൊടുത്തു പോവുകയാണെങ്കിലും ഈ രീതിയിൽ യൂണിവേഴ്സിറ്റികൾ ഏജൻറ്റുമാർക്ക് കാശ് കൊടുക്കും, ഒഫീഷ്യൽ ഏജൻസ് ആണെങ്കിൽ. അല്ലാത്ത കേസിൽ നിങ്ങളെ സ്കോളർഷിപ്പിന് ഏതെങ്കിലും ഏജൻസി സ്കോളർഷിപ്പിന് വേണ്ടി സഹായിക്കുകയാണ്, അവർ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് അവരൊരു മിനിമം തുക ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അത് മുഴുവൻ ചെയ്തതിന് ശേഷം അത് കൊടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കുന്നതിൽ വലിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല. അല്ലാത്ത പക്ഷം ഇപ്പോൾ സ്കോളർഷിപ്പ് അനിവാര്യമായി വരുന്നത് അല്ലെങ്കിൽ സഹായകമാകുന്നത് യൂണിവേഴ്സിറ്റി തന്നെ ഏജൻസിനെ ഒഫീഷ്യലായിട്ട് ഉപയോഗപ്പെടുത്തിയും ഇല്ലെങ്കിൽ നമുക്ക് തന്നെ സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, ഈ ഏജൻസ് ഇപ്പോൾ ഞാൻ വളരെ വ്യാപകമായി കേൾക്കുന്നൊരു കാര്യം, പല ഏജൻസിൻ്റെയും നമ്മുടെ ഇൻസ്റ്റാഗ്രാമും നമ്മുടെ സോഷ്യൽ മീഡിയയും തുറന്നാൽ കേൾക്കുന്നത് നിങ്ങൾക്കിതാ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് പല ലോകത്താകമാനം, ഞാൻ ഒരു പ്രത്യേക രാജ്യത്തെക്കുറിച്ച് പറയുന്നില്ല, ലോകത്താകമാനമുള്ള സർവകലാശാലകളിലെ പ്രത്യേകിച്ചും പ്രൈവറ്റ് സർവകലാശാലകൾ സ്കോളർഷിപ്പുകൾ ഇതാ കൊടുക്കുന്നു. 50% സ്കോളർഷിപ്പ്, 40% സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞ് നമ്മളിവിടെ മിഠായി തെരുവിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും കേൾക്കുന്ന ഒരു റിഡക്ഷൻ സെയിൽ പോലെ സ്കോളർഷിപ്പുകൾ കൊടുക്കുന്ന ഒരു സംവിധാനം വളരെ കേൾക്കുന്നുണ്ട്. അത് ഞാൻ ഈയിടെ UK കുറേ യൂണിവേഴ്സിറ്റികൾ സന്ദർശിക്കുകയുണ്ടായി കഴിഞ്ഞ വർഷം. അപ്പോൾ അവിടെ നിന്നെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതൊരു കച്ചവട മാർക്കറ്റായി മാറുകയും കുട്ടികളുടെ ലഭ്യത കുറയുകയും ചെയ്യുമ്പോൾ ഈ സർവകലാശാലകൾ പോലും ലഭ്യത എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുട്ടികൾ ചില രാജ്യങ്ങളിലേക്ക് മുൻപ് പോയിരുന്ന അത്ര കുട്ടികൾ വരാതാവുമ്പോൾ അവിടെയും കുട്ടികളുടെ ലഭ്യത കുറയുന്നുണ്ട്. സ്റ്റുഡൻസിൻ്റെ സീറ്റ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഫീസ് കുറച്ച് കൊടുക്കുന്ന ഒരു സിസ്റ്റം ചില സ്ഥലങ്ങളിലുണ്ട്. ബാക്കിയുള്ളത് മുഴുവനും ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു സ്കോളർഷിപ്പ് ഇല്ല. ഫീസ് തന്നെ കുറച്ചതായി പറയുന്ന പോലെ ഒക്കെയുള്ള സാഹചര്യങ്ങളാണുള്ളത്. 1 ലക്ഷമാണ് ഫീസ് എന്നുണ്ടെങ്കിൽ 2 ലക്ഷം കാണിച്ചുകൊണ്ട് അത് ഭൂരിഭാഗവും അതാണ്. അല്ലാതൊരു സ്കോളർഷിപ്പ് ഇല്ല. സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോൾ
കൃത്യമായി പറഞ്ഞാൽ സ്കോളർഷിപ്പ് 2-3 കാറ്റഗറിയിലാണ് സ്കോളർഷിപ്പ് വരിക. ഒന്നുകിൽ അവർ നിങ്ങളുടെ എക്സംഷൻ ഫ്രം ട്യൂഷൻ ഫീ, അതാണ് ഒരു കേസ്. ഏറ്റവും ഉന്നത നിലവാരമുള്ള സ്കോളർഷിപ്പുകൾ ട്യൂഷൻ ഫീ എക്സംഷൻ ഉണ്ടായിരിക്കും, കൂടെ നിങ്ങൾക്ക് മന്ത്ലി ഒരു അലവൻസ് കിട്ടും. മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ട്രാവൽ അലവൻസ് കവർ ചെയ്യും. അതുപോലെ തന്നെ PhDയും മാസ്റ്റേഴ്സും ആണെങ്കിൽ ചില കേസുകളിൽ ഒരു ത്രൂ ഔട്ട് ദ സ്റ്റഡി പീരീഡ് ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് എല്ലാം അറ്റൻഡ് ചെയ്യുവാനുള്ള ട്രാവൽ ഫണ്ടിങ് ഉണ്ടായിരിക്കും. ഇതെല്ലാമാണ് സ്കോളർഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സ്കോളർഷിപ്പ് റിഡക്ഷൻ കൊടുക്കുന്ന സാഹചര്യങ്ങൾ കുട്ടികളുടെ മെറിറ്റ് ബേസ്ഡ് ആയിട്ട് അതും ചില യൂണിവേഴ്സിറ്റികൾ ചെയ്യാറുണ്ട്. പക്ഷേ ഇതാണ് സ്കോളർഷിപ്പ്. അല്ലാതെ ഏതെങ്കിലും പ്രോഗ്രാമിന് ഫീസ് കുറച്ച് കൊടുക്കുന്നൊരു സിസ്റ്റം അല്ലാതെ ഇല്ല. അത് നമ്മുടെ ഈ ഇത്തരം സ്കോളർഷിപ്പുകളെ ഈ ഒരു ഫേക്ക് സ്കോളർഷിപ്പുകളെന്നോ സ്യൂഡോ സ്കോളർഷിപ്പുകളെന്നൊക്കെ പറയുകയാണെങ്കിലും ഈ സ്കോളർഷിപ്പുകൾ കൊടുക്കുന്ന സർവകലാശാലകളും ഒരുപക്ഷെ അതുപോലെ നിലവാരം കുറഞ്ഞ സർവകലാശാലകളും നമ്മൾ ഓരോ രാജ്യത്തും അതാണ്. അതുകൊണ്ടാണ് UGC എല്ലാം ഇത്തരം റെഗുലേഷൻസ് ആയിട്ട് പോലും പലപ്പോഴും വരുന്നത്. പലപ്പോഴും അങ്ങനെയാണ്. അത് അവരെ നിങ്ങളൊരു വേൾഡ് റാങ്കിങ് ലിസ്റ്റിൽ എവിടെയും കാണില്ല. നിങ്ങൾക്ക് ഡിഗ്രി കിട്ടും, ആ ഡിഗ്രി നിങ്ങൾക്ക് അതത് രാജ്യങ്ങളിൽ ഉപയോഗപ്രദമായിരിക്കും, പക്ഷെ അതിൻ്റെ ക്വാളിറ്റി മാറ്റേഴ്സ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അങ്ങനെ പോയി എടുക്കുന്നതിലും ഭേദം ഒരുപക്ഷെ ഇവിടുത്തെ ഇന്ത്യയിലെ നല്ല യൂണിവേഴ്സിറ്റികൾ ചെയ്യുന്നതിന് മാത്രമല്ല. ഇപ്പം നിങ്ങൾ UK പോയി കഴിഞ്ഞാൽ ബിരുദാനന്തര ബിരുദവും എല്ലാം ഇവിടുത്തെ നല്ല സർവകലാശാലകളിൽ നിന്ന് കഴിഞ്ഞ് പിന്നെ UK ചേക്കേറാം അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് ചേക്കേറാം എന്ന മോഹവുമായി വന്ന് ഇതുപോലത്തെ സർവകലാശാലകൾ ജോലി ചെയ്ത് പിന്നീട് ഒന്നും ചെയ്യാൻ കഴിയാതെ തൽക്കാലം ഏത് ജോലി ചെയ്താലും അവിടെ മണിക്കൂറിനൊരു മിനിമം വേജ് ഉണ്ടല്ലോ, അത് വെച്ച് ഒരു വർഷം അല്ലെങ്കിൽ ഒരു മാസം 3 ലക്ഷവും 4 ലക്ഷവും കിട്ടുന്നത് കൊണ്ട് ഹോട്ടലുകളിൽ അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളിലും എല്ലാം പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന നല്ല മിടുക്കരെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതും അതിന് നമ്മൾ ഏജൻറ്റുകളെ മാത്രമല്ല കുറ്റം പറയുന്നത്, അത് നമ്മുടെ ഒരു സെലക്ഷൻ്റെ കൂടി പ്രശ്നമാണ്. അപ്പം നമ്മുടെ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ബോധവൽക്കരണം കൂടി വേണം കോളേജുകളിൽ നിന്ന്. നമ്മൾ ഈ വിദേശത്തെ മികച്ച സർവകലാശാലകളിൽ പഠിക്കുന്നത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് സാറ് ഒരു പഠനകാലത്തെ എക്സ്പീരിയൻസും അതുപോലെ ഇപ്പോൾ ഉള്ള ഒരു ജോലിയുമായി ബന്ധപ്പെട്ടും അതുപോലെ വിദേശ സർവകലാശാലകൾ പോകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതും നമ്മൾ കുറച്ചുകൂടെ ഒരു ഇൻ്റർനാഷണലി എക്സ്പോഷറുള്ള കുറച്ചുകൂടെ മികച്ച സർവകലാശാലകൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു കമ്പാരിസൺ കുറച്ചുകൂടെ കുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. തീർച്ചയായിട്ടും നമ്മളൊരു സ്റ്റേജ് കഴിയുമ്പോൾ ഒരിക്കലെങ്കിലും നമ്മുടെ പഠന കാലഘട്ടത്തിൽ പുറത്തുള്ള നല്ല നിലവാരമുള്ള സർവകലാശാലകളിൽ പോയി പഠിക്കുന്നത് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാവർക്കും ഇതിന് സാധിക്കില്ല, അല്ലെങ്കിൽ എല്ലാവരും അവിടെ പോയി പഠിക്കണമെന്ന ഒരു അഭിപ്രായവും എനിക്കില്ല. പക്ഷെ സാധിക്കുമെങ്കിൽ നമ്മളുടെ സ്വന്തം നാട്ടിൽ നിൽക്കുന്നതിന് പകരം ഇപ്പം നമ്മളെല്ലാം വ്യാപകമായി ട്രാവൽ ചെയ്യുന്നൊരു കൾച്ചർ വന്നിട്ടുണ്ട്. യാത്രയുടെ നമ്മൾ ഒരുപാട് അനുഭവ സമ്പത്ത് നേടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പുറത്തു പോകുമ്പോൾ നമ്മൾ ഇടപെടുന്നത് ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എക്സ്പേർട്ടുകളുടെ കൂടെയാണ്. നമ്മൾ ഇതുവരെ കാണാത്ത പിന്നെ നമ്മുടെ നെറ്റ്വർക്കിങ്ങിൻ്റെ വലിയ സാധ്യതയുണ്ട്. അതിനെല്ലാം പുറമെ ഇപ്പോഴും നമുക്ക് നമ്മുടെ മികച്ച സർവകലാശാലകളിൽ പോലും ലഭ്യമാകുന്ന ഇപ്പോൾ നമ്മളിവിടെ ഒട്ടുമിക്ക സർവകലാശാലകളുമായിട്ടും കൊളാബറേഷനും അതുപോലെ തന്നെ റിസർച്ച് എക്സ്പീരിയൻസ് എല്ലാം വെച്ച് നമുക്ക് പറയാൻ പറ്റും. പലപ്പോഴും വിദേശത്തെ എല്ലാം അങ്ങനെയാണെന്നല്ല, പക്ഷെ പല സർവകലാശാലകളിലും റിസർച്ചിന് നമുക്കവിടെ അവൈലബിൾ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്, ഇപ്പോൾ സയൻസിലാണെങ്കിൽ എക്യുപ്മെൻറ്റ്സും അതുപോലെ തന്നെ ഗൈഡ് കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി ഉയർന്നത് തന്നെയാണ്. പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഇന്നിപ്പോൾ റിസർച്ചിനെല്ലാം ഉള്ള ഫണ്ടിങ്ങിൻ്റെ ഒരു ലഭ്യത കുറവും കൂടിയാണ്. അപ്പം വലിയ ക്രൈസിസ് പല സർവകലാശാലകളും നേരിടുന്നുണ്ട്. അപ്പോൾ ഒരു സ്കോളർഷിപ്പോടുകൂടി ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സ്കോളർഷിപ്പോടുകൂടി ഫീസ് എക്സംഷനോടുകൂടി ഒരു നിയതമായ തുക നിങ്ങൾക്ക് മന്ത്ലി ലഭിക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ നിങ്ങൾ നിർബന്ധമായും അത് ഉപയോഗപ്പെടുത്തണം. അപ്പോൾ ഇതിന് അപേക്ഷിക്കുന്ന സമയത്ത് കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ നേരത്തെ പറഞ്ഞു, സർവകലാശാല തിരഞ്ഞെടുക്കുന്നിടത്തുള്ള ഒരു ശ്രദ്ധ വേണം എന്ന് പറഞ്ഞു, റാങ്കിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഏജൻസികൾ തിരഞ്ഞെടുക്കുമ്പോഴും അത് പോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ പുറമെ ഇവർ കുറേ ക്രൈറ്റീരിയ ഒരു പക്ഷേ അഡ്മിഷൻ സാധാരണഗതിയിൽ പറയാറുണ്ടല്ലോ, അഥവാ അതിന് വേണ്ടി ചില essays കൊടുക്കേണ്ടി വരും, അവരുടെ റിസർച്ച് വർക്കുകൾ നേരത്തെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു PhD അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടി ഒരു പക്ഷേ
PG പഠനകാലത്തിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ അവരുടെ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ റിസർച്ച് വർക്കുകൾ ആവശ്യം വരും. ചില സർവകലാശാലകൾക്ക് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റുകൾ വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഇതിനോട് അനുബന്ധമായി കുട്ടികൾ ശ്രദ്ധിക്കേണ്ട, വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതിനെങ്ങനെയാണ് പ്രിപ്പറേഷൻ പ്ലാൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇവർ നല്ല സർവകലാശാല നോക്കി ഏത് സമയം മുതൽ ഇവർ അപേക്ഷ കൊടുക്കുകയും ഇവരെ കോൺടാക്റ്റ്, ഇപ്പോൾ പലപ്പോഴും സൂപ്പർവൈസറെ നേരത്തെ തന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ ആക്സെപ്റ്റൻസ് ലെറ്റർ വാങ്ങിക്കുകയൊക്കെ വേണ്ടിവരും. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രൊസീജിയറുകളിൽ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതൊരു വലിയ ടോപ്പിക്കാണ്. നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അപ്പം നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചു സൂപ്പർവൈസറെ തിരഞ്ഞെടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ആദ്യമായിട്ട് നിങ്ങൾ ഒരു മാസ്റ്റർ സ്റ്റുഡൻ്റ് ആണെങ്കിൽ PhD പുറത്തു ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ മാസ്റ്റേഴ്സിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ അതിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങണം. അപ്പം അതിൻ്റെ എന്താണ് പ്രധാന കാര്യങ്ങളെന്നുള്ള ഒരു കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ ഒരു മാസ്റ്റേഴ്സിന് പുറത്തു പോകാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നു എങ്കിൽ നിങ്ങൾ അതിനുള്ളൊരു പ്രിപ്പറേഷൻ ഡിഗ്രിയുടെ കാലഘട്ടത്തിൽ തന്നെ തുടങ്ങണം. അല്ലാതെ നിങ്ങളുടെ 3 വർഷത്തെ പരീക്ഷയും കഴിഞ്ഞ് റിസൾട്ട് വന്ന് പിന്നീടുള്ളൊരു സമയത്തല്ല നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതുതന്നെയാണ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങളൊരു +1 കാലയളവിൽ തന്നെ നിങ്ങൾ ഇതിനുള്ളൊരു നമ്മൾ ഇവിടെ ശീലിച്ചു വരുന്ന രീതി +2 റിസൾട്ട് വന്നിട്ട് പിന്നെ മെയ് മാസം ഇപ്പോഴാണ് ഈ ഒരു പീരീഡിലാണ് എനിക്ക് കഴിഞ്ഞ ഒരു 20 ദിവസത്തിനിടയിൽ ഒരു 10-20 കുടുംബങ്ങൾ മക്കളുടെ +2 കഴിഞ്ഞ മക്കളുടെ പഠനവുമായി എന്നെ ബന്ധപ്പെടുകയുണ്ടായി. അപ്പോൾ ഇത് അതിൻ്റെ ഒരു പീക്ക് ടൈമാണ്. സത്യത്തിൽ നമ്മൾ ഇതിന് മുന്നെയാണ് ഇതിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒന്ന്. രണ്ടാമത്തത്, പ്രത്യേകിച്ചും ചില ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് പോലെയുള്ള സബ്ജക്റ്റുകൾക്ക് വേറൊരു അപ്രോച്ചാണ്. അവിടെയാണ് SIയും കാര്യങ്ങളും എല്ലാം കൂടുതൽ വരുന്നത്. സയൻസിലാവുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഞാൻ 2010 അപേക്ഷിച്ച് നമ്മൾ 2025 വലിയ കോമ്പറ്റീഷനാണ്. നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഓക്സ്ഫോർഡിലോ കാംബ്രിഡ്ജിലോ അല്ലെങ്കിൽ റസൽസ് ഗ്രൂപ്പിൽ പെട്ട മറ്റ് യൂണിവേഴ്സിറ്റികളിലോ അല്ലെങ്കിൽ ജർമ്മനിയിലോ അല്ലെങ്കിൽ ബ്രസൽസിലോ എവിടെയാവട്ടെ, മിഡിൽ ഈസ്റ്റിലാവട്ടെ, നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ മത്സരിക്കുന്നത് ലോകത്തെമ്പാടുമുള്ള കുട്ടികളോടാണ്. അവിടെ GPA ഒരു ഫാക്ടർ മാത്രമാണ്, കാശ് ഒരു ഫാക്ടറേ അല്ല. ചില കേസിൽ നിങ്ങൾക്ക് പോകാനുള്ള വിമാന ടിക്കറ്റ് വരെ ഈ സർവകലാശാലകൾ നൽകും. അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയിൽ എത്താനുള്ള ഒരു വിമാന ടിക്കറ്റ് മാത്രമാണ് നിങ്ങളുടെ ചിലവ്. അപ്പോൾ ക്യാഷ് ഒരു ഫാക്ടറല്ല, GPA ഒരു ഫാക്ടറാണ്. ഇപ്പോൾ കൂടുതൽ GPA വേണം, കോമ്പറ്റീഷൻ അതൊരു. പക്ഷെ പലപ്പോഴും യൂണിവേഴ്സിറ്റികൾക്കൊരു മിനിമം മാർക്ക് ഉണ്ടായിരിക്കും. ആ മാർക്കുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ മോർ കോമ്പറ്റേറ്റീവ് ആക്കുന്നത് GPA അല്ല, നിങ്ങളുടെ ഗ്രേഡ് അല്ല. അതിനപ്പുറത്ത് നിങ്ങളുടെ റിസർച്ച് പബ്ലിക്കേഷൻസ്, റിസർച്ച് പ്രസൻറ്റേഷൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, ഇതെല്ലാമാണ് നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതാണ്. അവിടെയാണ് ഇപ്പോഴും നമ്മുടെ കുട്ടികൾ കുറച്ച് പിറകിൽ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞൊരു വർഷത്തിനിടയിൽ എനിക്കറിയാവുന്ന നല്ല യൂണിവേഴ്സിറ്റികൾ അഡ്മിഷൻ സെക്യൂർ ചെയ്ത എല്ലാ കുട്ടികൾക്കും അത്യാവശ്യം നല്ല റിസർച്ച് എക്സ്പീരിയൻസ് ഓർ പബ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. നിരന്തരമായി ഇവിടുത്തെ കോളേജുകളിൽ നമ്മൾ സംസാരിക്കുമ്പോഴും പറയുന്നതാണ്, ബാച്ചിലേഴ്സ് സ്റ്റുഡൻസിന് അവരുടെ ബാച്ചിലേഴ്സ് പ്രോജക്റ്റ് ഉണ്ടായിരിക്കും, ഫൈനൽ ഇയറിലൊരു പ്രൊജക്റ്റ്. അത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കണ്ട് അതിൽ നിന്നും പബ്ലിക്കേഷൻസ്, റിസർച്ച് പബ്ലിക്കേഷൻസ് വരണം. ഇപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് അതിനെക്കുറിച്ച് ചെറിയൊരു ധാരണ വരുന്നത് മാസ്റ്റേഴ്സ് ചെയ്യുമ്പോഴാണ്. എങ്കിൽ പോലും ഒരു 6 മാസത്തെ, ഒരു വർഷത്തെ കേരളത്തിലെയും ഇന്ത്യയിലെയും എല്ലാം മികച്ച യൂണിവേഴ്സിറ്റികളിലും റിസർച്ച് സെൻറ്ററുകളിലും പോയി മാസ്റ്റേഴ്സ് പ്രൊജക്റ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് പോലും ഒരു നല്ല പബ്ലിക്കേഷനുമായിട്ട് പുറത്തു വരാൻ കഴിയുന്നില്ല. വരുന്നവരെല്ലാം അത് ഉപകാരപ്പെടുന്നുമുണ്ട്. അപ്പോൾ അതൊരു വലിയ മേഖലയാണ്. നമ്മൾ അതിനെക്കുറിച്ച് അതിൽ ഫോക്കസ് ചെയ്ത് നമ്മുടെ അധ്യാപകർ പക്ഷേ അതിന് താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ കുട്ടികളായ ഇതിനാഗ്രഹിക്കുന്ന നമ്മൾ അധ്യാപകരെ അങ്ങോട്ട് പോയി ചെന്ന് കണ്ട് അതിനുള്ളൊരു താല്പര്യം പ്രകടിപ്പിച്ചാൽ അവർ തീർച്ചയായിട്ടും അതിന് സഹായിക്കും. അങ്ങനത്തെ കേസുകളും നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ ഈ വിദേശ പഠനം പറയുമ്പോൾ അത്ര തന്നെ ആളുകൾക്ക് പോപ്പുലർ അല്ലാത്തൊരു ഡെസ്റ്റിനേഷനാണ് മിഡിൽ ഈസ്റ്റ് എന്ന് തോന്നിയിട്ടുണ്ട്. എന്നാൽ വളരെ മികച്ച അവസരങ്ങൾ അവിടെ ഉണ്ട് താനും. തീർച്ചയായും മിഡിൽ ഈസ്റ്റിലുള്ള ഒരു ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസ്. മിഡിൽ ഈസ്റ്റ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് പല രാജ്യങ്ങളിലും പോയി ഉയർന്ന വിദ്യാഭ്യാസമെല്ലാം നേടി ജോലിക്ക് വേണ്ടിയിട്ട് മിഡിൽ ഈസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു സിസ്റ്റമാണ് ഇപ്പോൾ പൊതുവെ ഇന്ത്യ മാത്രമല്ല നമ്മുടെ മിക്ക ഏഷ്യൻ രാജ്യങ്ങളിലുള്ളവരും ചെയ്യുന്നൊരു സിസ്റ്റം.
പഠനത്തിനായിട്ട് അവിടെ ഭൂരിഭാഗവും അവിടെ പഠിക്കുന്നവരും അവിടെ സ്കോളർഷിപ്പ് നേടുന്നവരും അവിടെ തന്നെ ഉള്ള കുടുംബങ്ങളിൽ നിന്നുള്ളവർ കയറിക്കൂടുകയും അവിടെ വരികയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമാണുള്ളത്. പക്ഷെ അവിടെ വളരെ നല്ല സാധ്യതകളാണ്. ഇപ്പം കൃത്യമായി പറഞ്ഞാൽ PhDക്കെല്ലാം ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല മികച്ച ഫെലോഷിപ്പ് കിട്ടുന്ന രാജ്യങ്ങളാണ്. അതിപ്പോൾ സൗദി അറേബ്യ ആണെങ്കിലും ഖത്തറാണെങ്കിലും UAE ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന സ്കോളർഷിപ്പുകൾ ലോകത്തിലെ ഏറ്റവും മികച്ച സ്കോളർഷിപ്പുകളാണ്. മലേഷ്യയോ ഓസ്ട്രേലിയയോ ന്യൂസിലാൻഡോ അമേരിക്കയോ ജർമ്മനിയോ ബ്രിട്ടനോ ആയിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ അതിലും മികച്ച സ്കോളർഷിപ്പുകളാണ് ഈ രാജ്യങ്ങളിൽ കിട്ടുന്നത്. ഒരു ഏകദേശ റേഞ്ച് നമുക്ക് ആളുകൾക്ക് കുറച്ചുകൂടെ അതിൻ്റെ ഇൻറ്റൻസിറ്റി പല വ്യത്യസ്ത സ്കോളർഷിപ്പുകളാണ്. ഒരു മന്ത്ലി അലവൻസ് അറൗണ്ട് ഇന്ത്യൻ റുപ്പീസ് അറൗണ്ട് 2 lakhs മുതൽ PhD ചെയ്യുന്നവർക്ക് ഒരു 3 lakhs വരെ കിട്ടുന്ന 3.5 lakhs വരെ കിട്ടുന്ന ഫെലോഷിപ്പുകളുണ്ട്. അതിൽ ട്രാവൽ അലവൻസ് വേറെ ഉണ്ടായിരിക്കും, ട്യൂഷൻ ഫീ എക്സംഷൻ ഉണ്ടായിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് ട്യൂഷൻ ഫീ കൊടുക്കേണ്ടി വരില്ല. ഇതിൽ തന്നെ പല സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഫുൾ സ്കോളർഷിപ്പുകൾ കിട്ടുന്ന കേസുകളുണ്ട്. നിങ്ങൾക്ക് അവിടെ റിസർച്ച് അസിസ്റ്റൻ്റായി ജോയിൻ ചെയ്യുവാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഗ്രാജുവേറ്റ് അസിസ്റ്റൻ്റായിട്ട് ജോയിൻ ചെയ്യുവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു സ്റ്റാഫ്, അതോടുകൂടി നിങ്ങൾ ആ യൂണിവേഴ്സിറ്റികളിൽ ഒരു സ്റ്റാഫായിട്ട് മാറുകയാണ്. അപ്പോൾ അതോടുകൂടി നിങ്ങൾക്ക് ഫീസ് ഓട്ടോമാറ്റിക്കലി പകുതിയായി മാറുന്നു. ഇങ്ങനെയൊക്കെയുള്ള പല സാധ്യതകളുണ്ട് അവിടെ. അവിടേക്ക് ഒരു ഗവേഷണം ആഗ്രഹിച്ച് വരുന്ന കുട്ടി, ഇപ്പോൾ നമ്മൾ ജനറലായി നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ഇവിടേക്കായിട്ട് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ശ്രദ്ധിക്കാനോ പ്രിപ്പറേഷന് വേണ്ടി ഒരുങ്ങാനോ അങ്ങനെ എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രധാന കാര്യം, ഒന്ന് നമ്മുടെ നല്ല രീതിയിലുള്ള പഠന നിലവാരത്തിൽ നല്ല ഗ്രേഡോടുകൂടി നമ്മുടെ പഠനം പൂർത്തിയാക്കുക എന്നുള്ളത്. ഈ മിഡിൽ ഈസ്റ്റിലെ പ്രത്യേകിച്ചും സൗദിയിലെല്ലാം സർവകലാശാലകൾ ഉയർന്ന CGPA കൂടെ അതൊരു ഫാക്ടറാണ്. അതിൻ്റെ കൂടെ റിസർച്ച് പബ്ലിക്കേഷൻസ്, അതൊരു പ്രധാന പ്രബന്ധങ്ങൾ ഏതെങ്കിലും ഒരു നല്ല ജേർണലുകളിൽ ചുരുങ്ങിയത് ഒരു 2-3 പബ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സാധ്യത വളരെ വലുതാണ്. പിന്നെ അതിന് കൂടെ തന്നെ ചില പ്രബന്ധാവതരണങ്ങളെല്ലാം കോൺഫറൻസ് പ്രസൻറ്റേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സാധ്യത കുറച്ചുകൂടി ഗുണം ചെയ്യും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൻ്റെ കൂടെ തന്നെ GMAT പോലെയുള്ള SAT പോലെയുള്ള IELTS പോലെയുള്ള റിക്വയർമെൻറ്റുകൾ പല യൂണിവേഴ്സിറ്റികൾക്കുമുണ്ട്. അതുകൂടി ഒരു പ്രധാന ഘടകമാണ്. ഇതെല്ലാം ഒത്തുചേരുമ്പോൾ നമ്മുടെ സാധ്യതകൾ വളരെ വലുതാണ്. നമുക്ക് അവസാനമായി ഈ വിദേശ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അവർ ഈ വിദേശ പഠനം വിദേശ രാജ്യങ്ങളുമൊക്കെ സ്വപ്നം കാണുമ്പോൾ അവർ തയ്യാറെടുക്കേണ്ട പല കാര്യങ്ങളെയും പല ഘടകങ്ങളെയൊക്കെ സൂചിപ്പിച്ചു. പലരും സ്കോളർഷിപ്പുകളുടെ പേരിൽ ഏജൻസികളിലേക്ക് എത്തിപ്പെടുന്ന സാഹചര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇങ്ങനെ പോകുന്ന വിദ്യാർത്ഥികളെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളൊരു സിസ്റ്റം എങ്ങനെയൊക്കെ അതിനെ പാകപ്പെടുത്തേണ്ടതുണ്ട്, അഥവാ നമ്മൾ അധ്യാപക ഒരു ഫ്രറ്റേണിറ്റി ഉണ്ടാവും, അതുപോലെ സമൂഹവും പാരൻസൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഫ്രറ്റേണിറ്റി ഉണ്ടാവും, അതുപോലെ ഇവിടെ നിന്നെല്ലാം പഠിച്ചു വന്ന കുറേ ആളുകൾ സപ്പോർട്ട് ചെയ്യാനും മറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സൊസൈറ്റിക്കിടയിൽ നിന്നുകൊണ്ട് ഈ ഒരു സമൂഹം എന്ന നിലക്ക് നമുക്ക് ഈ കുട്ടികൾക്ക് വേണ്ടി എങ്ങനെയൊക്കെയാണ് ഇതിലേക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റമൊക്കെ ഇതിന് പാകപ്പെടുത്താവുന്ന രീതിയിൽ എന്തെങ്കിലും അനിവാര്യമായി വരുത്തേണ്ട മാറ്റങ്ങൾ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതുകൂടെ പറഞ്ഞുകൊണ്ടാണ്. തീർച്ചയായിട്ടും നമ്മുടെ സൊസൈറ്റി ഇപ്പോൾ കൂടുതൽ കഴിഞ്ഞ കാലങ്ങളൊക്കെ അപേക്ഷിച്ച് കൂടുതൽ ഇതിനൊരു പോസിറ്റീവായി വന്നിട്ടുണ്ടെന്നുള്ളതൊരു നല്ല കാര്യമാണ്. ആദ്യമായി തന്നെ എനിക്ക് അതിൽ പറയാനുള്ളൊരു പ്രധാന കാര്യം, ഈ വിദേശത്ത് പോയി പഠിക്കൽ മാത്രമല്ല എല്ലാം, ഇവിടെ നിന്നും പഠിച്ച് മിടുക്കരായ എത്രയോ ആളുകളുണ്ട്. നമ്മളൊക്കെ തന്നെ PhDക്ക് മാത്രമാണ് പുറത്തു പോകുന്നത്, ബാക്കി മുഴുവൻ സർക്കാർ സ്കൂളുകളിൽ നിന്ന് ഏറ്റവും പ്രാഥമിക ക്ലാസ്സുകൾ മുതൽ അവസാനം വരെ മാസ്റ്റേഴ്സ് MPhil വരെ സർക്കാർ സ്കൂളുകളിലും സർക്കാർ സ്ഥാപനങ്ങളിലും മാത്രം പഠിച്ചവരാണ് നമ്മളെല്ലാവരും. പക്ഷേ അതിൽ പലർക്കും നമ്മുടെ അധ്യാപക മേഖലയിലൊക്കെ എടുത്തു നോക്കിയാൽ പഴയതിനെ അപേക്ഷിച്ച് ഇപ്പോൾ കോളേജുകളിലെല്ലാം ഒട്ടുമിക്ക ഡിപ്പാർട്ട്മെൻറ്റുകളിലും പുറത്തുനിന്ന് PhD എടുത്തു വന്ന ഒരാളെങ്കിലും ഇല്ലാത്ത കോളേജുകൾ കുറവാണിപ്പോൾ. അപ്പോൾ അവർക്കും അതിനെക്കുറിച്ചൊരു ധാരണയുണ്ട്. പക്ഷേ നമ്മുടെ പഠന സമ്പ്രദായം ഇപ്പോഴും കുട്ടികളെ കൂടുതൽ ഇതിൽ നിന്നെല്ലാം മാറ്റി കൂടുതൽ ബുക്കുകളിലേക്കും സിലബസിലേക്കും മാത്രം ഫോക്കസ് ചെയ്യുന്ന രീതിയിലാണ്. നമ്മൾ ഇവിടെ തന്നെ മുൻപ് നമ്മളൊരു ചർച്ചയിൽ പോലും ഈ വിഷയം സംസാരിച്ചതാണ്.
ക്രെഡിറ്റ് സെമസ്റ്റർ സിസ്റ്റം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വരുമ്പോൾ അത് എത്രത്തോളം വിജയകരമായിട്ടുണ്ടെന്നുള്ളത് നമ്മൾ മുന്നേ സംസാരിച്ചിട്ടുള്ളതാണ്. കുട്ടികൾക്കും അധ്യാപകർക്ക് എക്സാം ഹാളുകളിൽ നിന്നും ഇവാലുവേഷൻ ക്യാമ്പുകളിൽ നിന്നും ഒഴിഞ്ഞിട്ട് സമയമില്ലാത്തൊരവസ്ഥ ഇവിടെയുണ്ട്. അപ്പോൾ അത് മാറി അതിലെല്ലാം കുറച്ച് മാറ്റങ്ങൾ വരുത്തി കുട്ടികൾ ഇപ്പോൾ പല കോളേജ്, ഞാൻ തന്നെ എൻ്റെ ഓരോ വെക്കേഷനിലും ഇവിടെ ഒരു 8-10 കോളേജുകളിൽ ഞാൻ പോവാറുണ്ട്. അവിടെ എല്ലാം നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പാരൻസിനൊന്നും പഴയ പോലെ ഒരു ആശങ്കയൊന്നുമില്ല പുറത്തു പോകുന്നതിനെ കുറിച്ച്. പലപ്പോഴും ഇവിടെ പഠിക്കുന്നതിനേക്കാളും സേഫ് പുറത്താണെന്ന് പാരൻസ് പോലും പറയുന്ന കേസുകളുണ്ട്. അതിനൊക്കെ പോസിറ്റീവും നെഗറ്റീവും വശങ്ങളുണ്ടായിരിക്കും. അതിനൊക്കെ അപ്പുറത്ത് നമ്മൾ ഇതിന് തയ്യാറായ ഒരു സൊസൈറ്റിയാണ് ഇപ്പോൾ. കുട്ടികൾക്ക് വേണ്ടത് കുറച്ചുകൂടി അവരെ അതിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു അക്കാദമിക് സാഹചര്യം ഉണ്ടാവണം. അത് എനിക്ക് ആകെ ഒരു മാറ്റം, പ്രധാനപ്പെട്ട ഒരു മാറ്റം എനിക്ക് തോന്നിയില്ല. ഞങ്ങൾക്കെല്ലാം കുസാറ്റിലെല്ലാം പഠിക്കുന്ന സമയത്ത് നമുക്കത് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾക്ക് വളരെ കൃത്യമായ ഒരു ക്രെഡിറ്റ് സെമസ്റ്റർ സിസ്റ്റം വർഷങ്ങളായിട്ട് പോകുന്നതാണ്. കേരളത്തിലെ സാധാരണ കോളേജുകളിലേക്ക് ക്രെഡിറ്റ് സെമസ്റ്റർ വരുന്നതിന് മുന്നേ, എത്രയോ മുന്നേ അത് സംവിധാനം നടപ്പിലാക്കിയ ഒരു സർവകലാശാലയാണത്. മാത്രവുമല്ല, നിങ്ങൾക്ക് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും അവിടുത്തെ ഓരോ PG ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും ഓരോ വർഷവും എത്ര കുട്ടികളാണ്, എല്ലാം വളരെ സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന, ആരും പണക്കാരല്ല, സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന എത്ര നൂറുകണക്കിന് കുട്ടികളാണ്. ലോകത്ത് നിങ്ങൾ ഏത് രാജ്യത്ത് പോയാലും അവിടെ ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ അലുമിനി ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനുള്ളൊരു സിസ്റ്റം അവിടെയുണ്ട്. കുസാറ്റല്ല, അങ്ങനത്തെ ഒരുപാട് സർവകലാശാല, ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അക്കാദമിക് അന്തരീക്ഷം കുട്ടികളെ റിസർച്ചിലേക്കും അതുപോലെ തന്നെ ഗവേഷണത്തിലേക്കും കുറച്ചുകൂടി പ്രാക്ടിക്കൽ അതായത് ഒരു എന്താ പറയുക, സ്റ്റുഡൻറ് സെൻറ്റേർഡ് ആയിട്ടുള്ള ടീച്ചിങ് കൂടുതൽ ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കുട്ടികൾ താനെ എത്തിച്ചേരും. നമ്മളതിനുള്ളൊരു സപ്പോർട്ട് മാത്രമായാൽ മതി എന്നാണ് എനിക്കതിൽ പറയാനുള്ളത്. വളരെ നന്ദി. ഇത്രയും സമയം വിദേശ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മോട് സംവദിച്ചതിന്.